പ്രായം കൂടുന്തോറും വീര്യം കൂടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ക്ലബ്ബ് ലോകകപ്പ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ അത് തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് ഇതിഹാസ താരങ്ങൾ കാഴ്ചവെക്കുന്നത്. മേജർ ക്ലബ്ബുകൾ വിട്ടെങ്കിലും ക്ലബ് ലോകകപ്പിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ഇതിഹാസം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറിയ മെസ്സിയും സ്വാരസും ഒപ്പം പ്രധാന ക്ലബ്ബുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന റാമോസും ഡി മറിയയും 48 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ യുവതാരങ്ങളുമായി കിടപിടിക്കുന്ന പ്രകടനങ്ങളിലൂടെ ഇതുവരെ ഇതിഹാസങ്ങൾ നേടിയത് 5 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. തങ്ങളുടെ പ്രായമൊന്നും ഒരു വിഷയമേ അല്ലെന്നുള്ള പ്രകടനങ്ങളാണ് താരങ്ങൾ കളിക്കളത്തിൽ കാഴ്ചവെക്കുന്നത്. ഇതിൽ പ്രധാനിയാണ് 38ാം പിറന്നാൾ മധുരത്തിലുള്ള അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി. FC പോർട്ടോയ്ക്കെതിരെ സുന്ദരമായ ഫ്രീ കിക്കിലൂടെ ഇന്റർ മയാമിയെ ജയത്തിലേക്ക് എത്തിച്ച ഇതിഹാസം നിർണായക ഗോളോടെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടി. ഗോൾ വേട്ടക്കാരിൽ കൗമാര താരങ്ങളെ പിന്നിലാക്കി ബെൻഫിക്കയെ ചുമലിലേറ്റി നടക്കുകയാണ് 37-കാരൻ ഏഞ്ചൽ ഡി മറിയ. ക്ലബ് ലോകകപ്പിൽ താരം ഇതുവരെ നേടിയത് 3 ഗോളുകൾ. ഇതിൽ ഒക്ലാൻഡ് സിറ്റിക്കെതിരെ 2 ഗോളുകൾ നേടി കളിയിലെ താരവുമായി. ഹെഡറിൽ പേരുകേട്ട താരമാണ് സ്പാനിഷ് ഇതിഹാസം സെർജിയോ റാമോസ്. 39ാം വയസ്സിലും അതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്റർ മിലാനെതിരെ താരത്തിന്റെ പ്രകടനം. 25ാം മിനിറ്റിൽ ടീമിനെ മുന്നിലെത്തിച്ച താരം മത്സരത്തിൽ പ്രതിരോധ കോട്ട തീർത്ത് ഇന്ററിനെ സമനിലയിൽ തളച്ചു. മെസ്സിക്ക് പിന്നാലെ അമേരിക്കയിലേക്ക് ചേക്കേറിയ 38-കാരൻ സ്വാരസിന്റെ പ്രകടനവും മോശമല്ല. ടൂർണമെന്റിൽ താരം നേടിയത് 1 ഗോളും 1 അസിസ്റ്റും. നിർണായക മത്സരത്തിൽ ഗോൾ നേടി ടീമിനെ സമനിലയിലെത്തിച്ച് നോക്കൌട്ടിലേക്ക്. 38ാം വയസ്സിലും മയാമിയുടെ വിശ്വസ്ത കാവൽക്കാരനാണ് അർജന്റീൻ താരം ഒസ്കാർ ഉസ്താരി. ആദ്യ മത്സരത്തിൽ സൗദി ക്ലബ് അൽ അഹ്ലിയുടെ തീപാറുന്ന ഷോട്ടുകൾ തടുത്തിട്ട് നോക്കൌട്ടിലേക്ക് വഴി തുറന്ന ഗോൾ കീപ്പർ. ഇവർക്ക് പുറമെ മൈതാനത്തെ വിസ്മയങ്ങൾ തീർക്കുന്ന റയൽ മാഡ്രിഡിന്റെ ലൂക്ക മോഡ്രിച്ചും ഫ്ലൂമിനൻസിനായി പ്രതിരോധ കോട്ട നയിക്കുന്ന തിയാഗോ സിൽവയും ഒപ്പം 44ാം വയസ്സിലും ഫ്ലൂമിനൻസിന്റെ വല കാത്ത് റെക്കോർഡുകളിടുന്ന ഫാബിയോയും യുവതാരങ്ങൾ കണ്ടുപഠിക്കേണ്ട തുറന്ന പുസ്തകങ്ങളാണ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.